സുഖദർശനം പുണ്യദർശനം എന്നുള്ളത് കൃത്യമായി പ്രാവർത്തികമാകുകയാണ് ശബരിമലയിൽ. തിരക്കുണ്ടെങ്കിൽ പോലും അത് അറിയാത്ത രീതിയിൽ ഭക്തർ സന്നിധാനത്തുകൂടി തൊഴുത് നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 മണിക്ക് നട തുറന്ന സമയം മുതൽ തന്നെ ചെറിയ രീതിയിലുള്ള തിരക്കുണ്ട്. ഇന്ന് കൂടുതലായി മലയാളികളായിട്ടുള്ള അയ്യപ്പന്മാരാണ്. കാര്യം സാധാരണ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലൊക്കെ തന്നെ മലയാളി അയ്യപ്പ ഭക്തന്മാരാണ് സന്നിധാനത്തേക്ക് എത്താറുള്ളത്. ഇത്തവണയും ആ പതിവ് തെറ്റിയിട്ടില്ല. കൂടുതലായും ഭക്തന്മാരെല്ലാം തന്നെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും അവർക്കൊക്കെ തന്നെ സുഖകരമായിട്ടുള്ള ഒരു ദർശനം സാധ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മുൻ ദിവസങ്ങളിൽ വൃശ്ചികം 1-2 തീയതികളിലൊക്കെ തന്നെ തിരക്ക് നമ്മൾ കണ്ടതാണ്. ആ തിരക്ക് ബദലായി വലിയ രീതിയിലുള്ള ഒരു ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തന്മാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ സുഖകരമായിട്ടുള്ളൊരു ദർശനം പൂർത്തിയാക്കി മുന്നോട്ട് പോകുവാൻ തന്നെ ഭക്തർക്ക് സാധിക്കുന്നത്. അടിപൊളിയാണ്. എല്ലാം കൊണ്ടും വളരെ നല്ലൊരു യാത്രയായിരുന്നു. ഏറ്റവും നല്ല വർഷമാണിത്. കന്നിസ്വാമി കേട്ടോ? കന്നിസ്വാമി അല്ലാതെ രണ്ടാമത്തെ കൊല്ലാണ് ചെയ്ത്. എല്ലാ സൗകര്യങ്ങളും വളരെ ഗംഭീരമാണ്. സൗകര്യം എല്ലാം ഓക്കെയാണോ? എന്തായാലും അവസാനം സർക്കാരിന് വൈകി വന്ന വിവേകം എന്ന് വേണമെങ്കിൽ പറയാം. മന്ത്രി നാളെ സന്നിധാനത്തേക്ക് എത്തുകയാണ്. അവലോകന യോഗങ്ങൾ ചേരുകയാണ്. തിരക്കിന് ശമനം ഉണ്ടായെങ്കിൽ പോലും മറ്റു പ്രശ്നങ്ങളുണ്ട്. ജീവനക്കാരുടെ മെസ്സിലെ പ്രശ്നങ്ങളുണ്ട്, ശൗചാലയങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, ശുചീകരണ പ്രശ്നങ്ങളുണ്ട്, ഭക്തന്മാർക്ക് ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് വെള്ളം നൽകുന്നതിനുള്ള ആൾക്കാരുടെ കുറവുണ്ട്. അങ്ങനെ ഒട്ടേറെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നവംബർ ആദ്യവാരം തന്നെ മുൻകാലങ്ങളിൽ അവലോകന യോഗങ്ങൾ ചേരാറുള്ളതായിരുന്നു. എന്നാൽ ഇക്കുറി അങ്ങനെ ഒരു അവലോകന യോഗവും ചേർന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നേരത്തെ മുഖ്യമന്ത്രിമാരടക്കമുള്ള ആൾക്കാർ വന്നായിരുന്നു സന്നിധാനത്ത് അല്ലെങ്കിൽ പമ്പയിലൊക്കെ തന്നെ അവലോകന യോഗങ്ങൾ ചേർന്നത്. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനായാലും ഉമ്മൻചാണ്ടി അടക്കമുള്ള ആൾക്കാരായാലും ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാർ നേരത്തെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇത്തവണ അങ്ങനെയുള്ള അവലോകന യോഗം ഉണ്ടായില്ല. അതുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ തമ്മിലുള്ള ഒരു ഏകോപനം ഉണ്ടായില്ല. ആ ഏകോപനക്കുറവ് പരിഹരിക്കാൻ വേണ്ടി മന്ത്രി ഇന്ന് രാത്രി സന്നിധാനത്തേക്ക് എത്തും. നാളെ രാവിലെ 10:30 അവലോകന യോഗങ്ങൾ ചേരും. ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള മറ്റ് ആൾക്കാരെല്ലാവരും തന്നെ ഈ മന്ത്രിക്കൊപ്പം തന്നെ ഉണ്ടാകും. ഇതിനാലും അതോടുകൂടിയെങ്കിലും ഇവിടുത്തെ മറ്റടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിലയിരുത്തലിലാണ് ജനങ്ങളും ഭക്തരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ ഉള്ളത്. സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ അയത്കുമാറിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.